നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മ മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക്. ഭാരവാഹികൾ തമ്മിലുള്ള ചേരിപ്പോരും പരസ്യമായ ചെളിവാരി എറിയലുകളും സംഘടനയുടെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതോടെയാണ് അമ്മയിലെ പ്രശ്നങ്ങൾ പുറത്തു വന്നത്. അതോടെ പല വിവാദങ്ങളും ഉടലെടുത്തു. അമ്മയിലെ പൊട്ടിത്തെറികൾക്കൊടുവിൽ ജനറൽ ബോഡി യോഗത്തിൽ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുൻപ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭരണസമിതി അംഗങ്ങളും ഒന്നിച്ച് രാജിവെച്ചൊഴിയുകയായിരുന്നു. സംഘടനയിലെ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് സംഘടനാ പ്രസിഡന്റായ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള 17 അംഗ ഭരണസമിതി രാജിവെച്ചത്. ഭരണപരമായ തർക്കങ്ങളുടെയും വരവ് ചെലവ് കണക്കുകളിലെ പിഴവുകളുടെയും സംഘടനയിലുണ്ടായ തർക്കങ്ങളുടെയും പിന്നാലെയാണ് രാജി. ഇതിനിടയിൽ അമ്മ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്ത ശേഷം കൽപ്പറ്റയിലേക്ക് മടങ്ങുകയായിരുന്ന പ്രമുഖ നടൻ അബു സലീം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും ചെയ്തു. രാത്രി 8 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. വടക്കൻ പറവൂർ തുരുത്തിപ്പുറം ഭുവനേശ്വരി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് കാർ അപകടത്തിൽപ്പെട്ടത്. അബു സലീം സഞ്ചരിച്ച കാർ എതിരെ വന്ന മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ താരത്തിന്റെ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിരുന്നു. അപകട സമയത്ത് അബു സലീമിനൊപ്പം ഡ്രൈവർ അടക്കം 2 പേർ കൂടി കാറിൽ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കുകളില്ല. എന്നാൽ എതിരെ വന്ന കാറിൽ ഉണ്ടായിരുന്ന ദമ്പതികൾക്കും കുട്ടികൾക്കും നിസ്സാരമായ പരിക്കുകൾ സംഭവിച്ചു. എറണാകുളം കാക്കനാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇവർക്ക് ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നത് വലിയൊരു ആശ്വാസമായി മാറി. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് കുറച്ചുനേരം ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും ഗതാഗതം വഴിതിരിച്ചുവിടുകയും ചെയ്തു. അപകടത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവത്തിന് തൊട്ടുമുൻപ് പ്രദേശത്ത് ചാറ്റൽ മഴ പെയ്തിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അപകട സമയത്ത് മഴയുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അപകടത്തിന് ശേഷം അല്പസമയത്തിനകം തന്നെ അബു സലീം തന്റെ യാത്ര തുടരുകയും ചെയ്തിരുന്നു. അതേസമയം ഞായറാഴ്ച ചേർന്ന ജനറൽ ബോഡി യോഗത്തിന് ശേഷമാണ് 17 അംഗ ഭരണസമിതി രാജി പ്രഖ്യാപിച്ചത്. നിലവിലെ കാലാവധി പൂർത്തിയാകാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് ഈ അപ്രതീക്ഷിത നീക്കം. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളെ ചൊല്ലി പ്രമുഖ താരങ്ങൾ തമ്മിൽ യോഗത്തിൽ നേർക്കുനേർ തർക്കിച്ചു. കണക്കുകളിൽ വ്യക്തതയില്ല എന്ന് ആരോപിച്ച് സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവരടങ്ങുന്ന മുതിർന്ന ഭാരവാഹികളുടെ പാനൽ റിപ്പോർട്ട് പാസാക്കുന്നതിനെ ശക്തമായി എതിർത്തതോടെ യോഗം കലുഷിതമായി. കണക്കുകളിൽ ഗുരുതരമായ പിഴവുകളുള്ള റിപ്പോർട്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രമുഖ നടനും സംവിധായകനുമായ രഞ്ജി പണിക്കരും നിലപാടെടുത്തു. ഇതോടെ വാർഷിക റിപ്പോർട്ട് പാസാക്കാനാകാതെ ഭരണസമിതി പ്രതിസന്ധിയിലായി. തർക്കം മുറുകിയതോടെ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ 45 ദിവസത്തെ സമയം വേണമെന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റിപ്പോർട്ട് പാസാക്കാതെ എങ്ങനെയാണ് നിലവിലെ ഭരണസമിതിക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുക എന്ന ചോദ്യവുമായി ഒരു വിഭാഗം അംഗങ്ങൾ ഉറച്ചു നിന്നതോടെയാണ് ഭരണസമിതിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതേസമയം ജോയിന്റ് സെക്രട്ടറിയായ അൻസിബ ഹസൻ നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. തുടർന്ന് അവിശ്വാസ പ്രമേയം നേരിടാതെ തന്നെ മുഴുവൻ ഭരണസമിതിയും പിന്മാറുകയായിരുന്നു. അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് സംഘടന അറിയിച്ചു. പുതിയ കമ്മിറ്റിയിലെ അംഗസംഖ്യ ജനറൽ ബോഡി തീരുമാനിക്കും. സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് പിന്നീട് നടത്തും. 2025 ഓഗസ്റ്റ് 15-നാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തെരഞ്ഞെടുക്കപ്പെട്ടത്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും നേതൃത്വം ഏറ്റെടുത്തിരുന്നു. സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതകൾ പ്രധാന നേതൃത്വത്തിലേക്ക് എത്തിയത്. എന്നാൽ 310 ദിവസത്തിനുള്ളിൽ തന്നെ ഭരണസമിതി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകളുടെ ആഴം വ്യക്തമാക്കുന്നുവെന്ന് നിരീക്ഷകർ പറയുന്നു. ജനറൽ ബോഡി യോഗത്തിനിടെ വേദിയിൽ നിന്ന് തന്നെ രാജി പ്രഖ്യാപിച്ച ശ്വേതാ മേനോൻ രാഷ്ട്രീയ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. സംഘടനയുടെ ഭാവി ദിശ നിർണ്ണയിക്കാൻ അടുത്ത ദിവസങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അമ്മയുടെ ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചതിന് പിന്നാലെ സംഘടനയ്ക്കുള്ളിൽ നിലനിന്നിരുന്ന അതൃപ്തി പരസ്യമാക്കി നടൻ ജഗദീഷും രംഗത്തെത്തിയിരുന്നു. രാജിവെച്ച ഭരണസമിതി 1 വർഷം കൊണ്ട് തന്നെ സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സംഘടനാപരമായ ചില പാളിച്ചകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായതായി ജഗദീഷ് ചൂണ്ടിക്കാട്ടി. ഭരണസമിതിക്ക് സംഭവിച്ച പരിചയക്കുറവാണ്
ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ജഗദീഷ് പറഞ്ഞു. ട്രഷറർ കുറച്ചുനാൾ മാറി നിൽക്കേണ്ടി വന്നതിന്റെ പേരിൽ യോഗത്തിൽ അക്കൗണ്ട്സ് കൃത്യമായി അവതരിപ്പിക്കാൻ മുൻ ഭരണസമിതിക്ക് കഴിഞ്ഞിരുന്നില്ല. സാമ്പത്തിക അക്കൗണ്ടുകൾ നിശ്ചിത സമയത്തിന് മുൻപ് തന്നെ അംഗങ്ങളിലേക്ക് എത്തിക്കണമെന്ന നിയമപരമായ കാര്യങ്ങൾ പാലിക്കുന്നതിൽ അവർക്ക് വീഴ്ച പറ്റി. വാർഷിക റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കൊടുവിൽ റിപ്പോർട്ടും കണക്കും അംഗീകരിക്കാൻ ജനറൽ ബോഡി തയ്യാറാകാതിരുന്നതാണ് ഒടുവിൽ സുപ്രധാന തീരുമാനത്തിലേക്ക് നയിച്ചത്. സംഘടനയിലെ ആഭ്യന്തര തർക്കങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചിഴച്ചതിനെതിരെയും ജഗദീഷ് ശക്തമായി പ്രതികരിച്ചു. അംഗങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത് പൊതുമധ്യത്തിൽ സംഘടനയ്ക്ക് വലിയ രീതിയിൽ മോശം പ്രതിച്ഛായയുണ്ടാക്കി. ഇതിലെല്ലാം സാധാരണ അംഗങ്ങൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഭരണസമിതിക്കെതിരെ ഒടുവിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അംഗങ്ങളുടെ പൊതുവികാരം മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ചൊഴിയാൻ തയ്യാറായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറ്റാരോപിതരായ ആളുകളുടെ കയ്യിലേക്ക് സംഘടന വീണ്ടും പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും ആരുടെയും പാവകളായിരിക്കാൻ തങ്ങൾക്ക് സൗകര്യമില്ല എന്നും വ്യക്തമാക്കിയാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ പൊടുന്നനെ രാജി പ്രഖ്യാപിച്ചത്. ജനറൽ ബോഡി യോഗത്തിനിടെ ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിച്ച ഉടൻ തന്നെ മറ്റംഗങ്ങൾ അവരെ അനുനയിപ്പിക്കാൻ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മുഴുവൻ നേതൃത്വത്തിനെതിരെയും അംഗങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തൊട്ടുപിന്നാലെ 17 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കുകയാണെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയായിരുന്നു. ഭരണസമിതി പൂർണ്ണമായും ഒഴിഞ്ഞതോടെ സംഘടനയിൽ വലിയൊരു നേതൃശൂന്യതയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ജനറൽ ബോഡിയിൽ ഉയർന്ന കണക്കുകളിലെ അപാകതകളും അംഗങ്ങളുടെ രൂക്ഷമായ വിമർശനങ്ങളും മലയാള സിനിമാ ലോകത്ത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. പുതിയൊരു താൽക്കാലിക ഭരണസമിതിയെ കണ്ടെത്താനും സംഘടനയുടെ അച്ചടക്കം തിരികെ കൊണ്ടുവരാനുമുള്ള അടിയന്തര നീക്കങ്ങളിലാണ് ഇപ്പോൾ മുതിർന്ന താരങ്ങൾ. അമ്മ സംഘടന ഇനി അഡ്ഹോക് കമ്മിറ്റി നയിക്കും. രമേശ് പിഷാരടിയാണ് കമ്മിറ്റിയിലെ കൺവീനർ. 9 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. കെ ബി ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാദിഖ്, ഡോക്ടർ റോണി, കൃഷ്ണപ്രഭ, ആശാ അരവിന്ദ്, ഷാജോൺ, ദേവി ചന്ദന എന്നിവരാണ് അഡ്ഹോക് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. നടൻ ജഗദീഷാണ് അഡ്ഹോക് കമ്മിറ്റിയെ പ്രഖ്യാപിച്ചത്. 4 മാസമായിരിക്കും അഡ്ഹോക് കമ്മിറ്റി സംഘടനയെ നയിക്കുക. സ്ഥിരം സമിതിയുടെ തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തണമെന്നത് അഡ്ഹോക് കമ്മിറ്റി തീരുമാനിക്കും. ഞായറാഴ്ച പൊതുയോഗം ആരംഭിച്ചപ്പോൾ തന്നെ നിലവിലെ സമിതിക്കെതിരെ അംഗങ്ങൾ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. 500ഓളം അംഗങ്ങളുള്ള അമ്മയുടെ പൊതുയോഗത്തിന് എത്തിയത് 200ഓളം അംഗങ്ങൾ മാത്രമാണ്. ഇവരിൽ ഭൂരിഭാഗവും നിലവിലെ ഭരണസമിതിക്കെതിരെ രംഗത്ത് വന്നതായാണ് സൂചന. സമിതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം പലരും ഒപ്പിട്ട് നൽകി. മോഹൻലാൽ ഒഴികെ ഭൂരിഭാഗം മുൻനിര താരങ്ങളും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പ്രസിഡന്റ് ശ്വേതയും ട്രഷറർ ഉണ്ണി ശിവപാലും അൻസിബ ഹസനും തങ്ങളുടെ നിലപാടുകൾ യോഗത്തിൽ വ്യക്തമാക്കി. എന്നാൽ സെക്രട്ടറിയും ട്രഷററും അവതരിപ്പിച്ച കണക്കുകൾ പൂർണ്ണമായിരുന്നില്ല. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ഭാരവാഹികൾക്ക് കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് യോഗ ഹാളിൽ ശക്തമായ വാഗ്വാദങ്ങളും ബഹളവും ഉണ്ടായി. ശ്വേതാ മേനോനും ഉണ്ണി ശിവപാലും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും ഉണ്ടായതായും സൂചനയുണ്ട്. റിപ്പോർട്ടും കണക്കും പാസാക്കാനും കഴിഞ്ഞില്ല. യോഗം ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞപ്പോൾ പുറത്തെത്തിയ നടൻ മോഹൻലാൽ തർക്കത്തിൽ താൻ ആരുടെ ഭാഗത്തും നിൽക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതോടെ പ്രശ്നപരിഹാരത്തിന് മുതിർന്ന അംഗങ്ങളുടെ ഇടപെടൽ ഇല്ലാതാവുകയായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം യോഗം പുനരാരംഭിച്ചപ്പോഴും രൂക്ഷമായ ആക്രമണം തുടർന്നതോടെ ശ്വേതാ മേനോൻ പൊടുന്നനെ രാജി പ്രഖ്യാപിച്ച് വേദി വിട്ടു. രഞ്ജി പണിക്കർ അടക്കമുള്ള അംഗങ്ങൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഇതോടെ ഭരണസമിതി അംഗങ്ങൾ മുഴുവനും രാജിവെക്കുകയായിരുന്നു. തുടർന്നാണ് ശ്വേതാ മേനോൻ സംഘടനയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് അമ്മയിൽ നിന്ന് തന്നെ രാജി പ്രഖ്യാപിച്ചത്. പിന്നാലെ വൈസ് പ്രസിഡന്റായ ലക്ഷ്മി പ്രിയയും അംഗത്വം രാജിവെച്ചതായി അറിയിച്ചു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.